ഏവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി മലയാളം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ രണ്ടെണ്ണം നിങ്ങൾക്ക് ഇത്തവണ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ, അതുപോലെ ഇന്ന് നമ്മൾ കാണുന്നത് യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന ഒരു യാത്രാ വിവരണ ഭാഗം. എം.പി. വീരേന്ദ്രകുമാർ എഴുതിയ ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണ ഭാഗത്തെ യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന പാഠത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആദ്യം തന്നെ സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും തിളങ്ങി നിന്ന എം.പി. വീരേന്ദ്രകുമാറിനെ കുറിച്ച് ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. കേന്ദ്രമന്ത്രി പദവും കേരള മന്ത്രി പദവും അലങ്കരിച്ചിരുന്ന അദ്ദേഹം എസ്.കെ. പൊറ്റക്കാടിനെ പോലെ ചെറുപ്പകാലത്ത് യാത്രകൾ ചെയ്യുകയോ യാത്രാ വിവരണ ശാഖയിൽ ഏർപ്പെടുകയോ ചെയ്തില്ല. കാരണം ഔദ്യോഗിക രംഗത്തെ തിരക്ക് മൂലം അതിന് സാധിച്ചില്ല. എന്നാൽ യാത്രകൾ എന്നും വീരേന്ദ്രകുമാർ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, മനസ്സിൽ സ്പർശിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വായനക്കാരുമായി പങ്കുവയ്ക്കാൻ ശ്രമം നടത്തി. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു സവിശേഷത. വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചങ്ങാതികളും കൂടി ഹിമാലയ സ്ഥാനുക്കളിൽ നടത്തിയ ഒരു യാത്രയുടെ, പ്രത്യേകിച്ച് നമുക്കറിയാം പുണ്യ തീർത്ഥാടനം നടത്തുന്ന ഇതുപോലുള്ളൊരു യാത്ര യമുന ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ യമുനോത്രിയിലേക്ക്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. 1936 കൽപ്പറ്റയിൽ ജനിച്ചു. എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, പാർലമെന്റേറിയൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. കേന്ദ്ര മന്ത്രിസ്ഥാനവും കേരള മന്ത്രിസ്ഥാനവും അലങ്കരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഹൈമവത ഭൂവിൽ, രാമന്റെ ദുഃഖം, രോഷത്തിന്റെ വിത്തുകൾ, ബുദ്ധന്റെ ചിരി, ചങ്ങമ്പുഴ, വിധിയുടെ വേട്ടമൃഗം തുടങ്ങിയവ. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാട് അവാർഡ് ഒക്കെ ലഭിച്ചു. പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യമുനോത്രിയുടെ ഊഷ്മളതയിൽ. ഊഷ്മളം എന്നാൽ ചൂടുള്ളത് എന്നർത്ഥം. യമുന നദിയുടെ ജലം നമുക്കറിയാം, ഹിമാലയ പർവ്വതത്തിൻ്റെ ആ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വന്ന് ആ യമുന നദിയുടെ വെള്ളത്തിന് എങ്ങനെയാണ് ചൂടുണ്ടാവുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. വേനൽക്കാലത്ത് പോലും യമുന നദിയിലെ വെള്ളത്തിന് കൊടും തണുപ്പാണ്. ഹിമാലയത്തിലെ ബന്ദർപൂഞ്ച് പർവ്വതത്തിന് സമീപത്താണ് യമുനോത്രി സ്ഥിതി ചെയ്യുന്നത്. യമുന നദിയുടെ തീരത്ത് ഇടതുവശത്തായിട്ട് യമുനോത്രി ക്ഷേത്രം. ശൈത്യകാലത്ത് താപനില 0 ഡിഗ്രിയിലും താഴെയായിരിക്കും. വളരെ ക്ലേശങ്ങൾ സഹിച്ച് വേണം യമുനോത്രി ക്ഷേത്രത്തിലെത്താൻ. പക്ഷേ ത്യാഗങ്ങൾ സഹിച്ച് ക്ഷേത്രത്തിലെത്തുമ്പോൾ നാം ആ സങ്കടങ്ങളൊക്കെ മറക്കും. പാഠഭാഗത്തേക്ക് വരുമ്പോൾ പ്രൗഢമായ ഒരു ലേഖനമാണെന്ന് തോന്നാമെങ്കിലും കുട്ടികളായ നിങ്ങൾക്ക് ഓരോ ഖണ്ഡികയിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാവും. ആദ്യം നമ്മൾ കാണുന്നത് യമുനോത്രി ക്ഷേത്രം ആര് നിർമ്മിച്ചു? ജയ്പൂരിലെ മഹാറാണി ഗുലാരിയ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി കഴിപ്പിച്ചത്. എന്നാൽ അടിക്കടി ഉണ്ടായ 2 പ്രകൃതി ദുരന്തങ്ങൾ. ഒന്ന് 1923 ഉണ്ടായ ഒരു ഭൂചലനത്തെ തുടർന്ന് ക്ഷേത്രത്തിന് നാശം സംഭവിച്ചു. എങ്കിലും അതിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടന്നു. പിന്നീട് 1982 ക്ഷേത്രത്തിന് നാശം സംഭവിച്ചു. അതും ശരിയാക്കിയെടുത്തു. യമുന ദേവിയുടെ വിഗ്രഹമാണ് യമുനോത്രി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ആ യമുന ദേവിയുടെ വിഗ്രഹം കറുത്ത മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ നാം നോക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 4421 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാളുന്ത് പർവ്വതത്തിലെ വിസ്തൃതമായ ഹിമാനിയിൽ നിന്ന്, ഹിമാനി എന്നാൽ മഞ്ഞുമല എന്നർത്ഥം,
കാളിന്ദു പർവ്വതത്തിലെ, ഹിമാലയത്തിലെ കാളിന്ദു പർവ്വതത്തിലെ മഞ്ഞുമലയിൽ നിന്നാണ് ഈ യമുന നദി ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് 800 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒഴുകി ആണ് അലഹബാദിലേക്ക് എത്തുന്നത്. അവിടെയാണ് പുണ്യനദിയായ ഗംഗയുമായി യമുന നദി ഒത്തുചേരുന്നത്. നാം കേട്ടിട്ടുണ്ട് ത്രിവേണി സംഗമം, 3 മഹാനദികളുടെ സംഗമസ്ഥാനം. ഉത്തർപ്രദേശിലെ അലഹബാദിൽ ഈ യമുന നദി ഒഴുകിയെത്തണമെങ്കിൽ ഹിമാലയത്തിൽ നിന്നും 800 കിലോമീറ്റർ സഞ്ചരിച്ച് ഒഴുകിയെത്തി ഗംഗയുമായി ചേരുന്നു. ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്ന നദി എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആ സരസ്വതിയുമായി യമുനയും ഗംഗയും ചേരുന്നതോടെ ത്രിവേണി സംഗമത്തിന് സാക്ഷിയാകുന്നു. പിന്നെ നാം കാണുന്നത് ഈ പാഠത്തിൽ പറയുന്നുണ്ട്, പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങൾ പലതും മനുഷ്യന് വിസ്മയമാണ്. എത്രയോ വിസ്മയങ്ങളായ കാഴ്ചകൾ ഈ പ്രകൃതിയിലുണ്ട്. അല്പമൊന്ന് മനസ്സിരുത്തിയ നയനങ്ങൾ ശ്രദ്ധിച്ചാൽ വിസ്മയാവഹമായ എത്രയൊക്കെ കാഴ്ചകൾ നാം കാണും. സൂര്യകുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഘു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കാം. ഉഷ്ണജലപ്രവാഹമാണ് സൂര്യകുണ്ട്. അതുപോലെ മറ്റ് ഉഷ്ണജലപ്രവാഹങ്ങൾ ഗന്ധമാന സ്ഥാനുക്കളിലെ ഗന്ധകത്തിൻ്റെ കത്താൻ സഹായിക്കുന്ന വസ്തുവാണല്ലോ ഗന്ധകം. ഗന്ധകത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് സൂര്യകുണ്ടിലും അതുപോലെ മറ്റ് ഉഷ്ണജലപ്രവാഹങ്ങളിലും വേനൽക്കാലത്ത് പോലും വെള്ളത്തിന് ചൂട് ലഭിക്കുന്നത്. പാഠഭാഗത്ത് അതിശയം നിറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അല്പം അരി ഒരു കിഴിയിൽ കെട്ടി ഈ സൂര്യകുണ്ടിലേക്ക് ഇട്ടാൽ അല്പസമയത്തിനുള്ളിൽ ആ അരി വെന്ത് ചോറായി മാറുമത്രേ. ഈ അന്നമാണ് യമുനോത്രി ക്ഷേത്രത്തിൽ ദേവിക്ക് അർപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയാം, പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങൾ എത്ര വിസ്മയാത്മകമാണ്. 2 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ആയിട്ട് ചോദിക്കാറുണ്ട്. ഏത് പ്രസ്താവനയാണിതെന്ന് നോക്കുക. സൂര്യകുണ്ട് പോലുള്ള ഉഷ്ണജലപ്രവാഹങ്ങളിൽ ശ്രേഷ്ഠമായതാണ് സൂര്യകുണ്ട് ഉഷ്ണജലപ്രവാഹം. അതിൽ അരി അല്പം ഒരു കിഴി കെട്ടി വെച്ച് കൊടുത്താൽ ഏതാനും സമയത്തിനുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് വെന്ത് ചോറായി മാറുമത്രേ. കേൾക്കുമ്പോൾ അതിശയം തോന്നും, പക്ഷേ വാസ്തവമാണ്. അപ്പോൾ പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്ക് സഞ്ചാരിയുടെ ശ്രദ്ധ തിരിക്കുന്നു. പിന്നെ നാം കാണുന്നത് യമുനോത്രി ക്ഷേത്രത്തിൽ അസിത മുനി തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടത്രേ. ഒരു കെട്ടുകേൾവിയുണ്ട്. യൗവനത്തിൽ നാം പ്രപഞ്ചത്തെ സേവ ചെയ്താൽ, ഒപ്പം സ്നേഹിച്ചാൽ വാർദ്ധക്യത്തിൽ ആ വ്യക്തിയെ പ്രകൃതി സംരക്ഷിക്കും. കേൾക്കാൻ സന്തോഷവും സുഖവുമുള്ളൊരു പ്രസ്താവനയാണ്. ഒരിക്കൽ കൂടി പറയാം. യൗവനത്തിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചാൽ, അതാണ് അതിൻ്റെ സത്യം. പ്രകൃതിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ ആരും സംരക്ഷിച്ചില്ലെങ്കിലും പ്രകൃതി തന്നെ കാത്തുകൊള്ളും. നമ്മളിൽ പലർക്കും ഇന്ന് അജ്ഞാതമായൊരു സത്യമാണത്. പ്രപഞ്ചത്തെ മറന്ന് പുരോഗതിയുടെ പേരും പറഞ്ഞ് ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന മനുഷ്യർ മറക്കുന്ന ഒരു സത്യം. ഇതാ അസിത മുനി യമുനോത്രി ക്ഷേത്രത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു അത്രേ. പ്രായം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്നും ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ആ പതിവ് അദ്ദേഹം മുടക്കാറില്ല. എന്നാൽ പ്രായമേറെ ആയപ്പോൾ അദ്ദേഹത്തിന് ഗംഗയിലേക്ക് പോകാൻ വയ്യാണ്ടായപ്പോൾ ഗംഗാ നദി തന്നെ, അല്ലെങ്കിൽ ഗംഗാ ദേവി തന്നെ ഒരു കൊച്ച് അരുവിയായി അസിത മുനിയുടെ അടുത്തേക്ക് എത്തി എന്നാണ് ഐതിഹ്യം പറയുന്നത്. സഞ്ചാര സാഹിത്യകാരൻ്റെ ആ ഖ്യാതിക്കൊപ്പം തന്നെ ഓരോ പ്രദേശത്തെയും മിത്തുകളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും ഒക്കെ വീരേന്ദ്രകുമാറിൻ്റെ ശ്രദ്ധ ചെല്ലുന്നതിന് ഇവിടെ ഒരു ഉദാഹരണമാണ് നാം കാണുന്നത്. എന്തായാലും നവംബർ മാസത്തോടു കൂടി കൊടും ശൈത്യം ആരംഭിക്കുന്ന ഈ യമുനോത്രി ക്ഷേത്രത്തിലേക്ക് അതോടുകൂടി സഞ്ചാരികളുടെ ഒഴുക്ക് നിൽക്കുന്നു. നവംബർ മുതൽ ഏപ്രിൽ അവസാനം വരെ കൊടും ശൈത്യമായിരിക്കും. അപ്പോൾ ഏപ്രിലിന് ശേഷമുള്ള സമയങ്ങളിൽ ആ യമുനോത്രി ക്ഷേത്രവും
പരിസരവും കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റിയ സമയമാണെന്ന് ലേഖകൻ പറയുന്നു. പ്രിയ കുട്ടികളെ, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. തീർത്ഥാടനത്തിനായി, തീർത്ഥാടനം എന്ന് പറയാൻ നമുക്കറിയാം, ചെയ്ത പാപങ്ങൾക്ക് മോചനവും കൂടുതൽ പുണ്യവും ലഭിക്കാൻ വേണ്ടി നാം നടത്തുന്ന യാത്ര. പാപത്തിൽ നിന്ന് മോചനം തേടി ശബരിമലയിലേക്കും വേളാങ്കണ്ണിയിലേക്കും എന്ന് വേണ്ട വിവിധ തരക്കാരായ മതക്കാരായ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന ഒരുക്കങ്ങളിലും യാത്രയിലും ധാരാളം പ്രതിബന്ധങ്ങൾ നേരിട്ടേക്കാം. പക്ഷേ അതിനെ ഒക്കെ അതിജീവിച്ച് അവർ അവിടെ എത്തുമ്പോൾ അവരുടെ മുന്നിൽ തുറക്കുന്നത് വളരെ ശാന്തമായൊരു അന്തരീക്ഷം. അതുപോലെ തന്നെ യമുനോത്രി ക്ഷേത്രത്തിലും കഷ്ടപ്പാടുകൾ സഹിച്ച് എത്തുന്ന ഭക്തരുടെ മുന്നിൽ ശാന്തിയുടെ ഒരു അവസ്ഥാവിശേഷമാണ് സംജാതമാകുന്നത്. ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള യമുനോത്രി ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ പ്രകൃതിയുടെ ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്ന് വീരേന്ദ്രകുമാർ പറയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ പ്രദേശങ്ങൾ, ചെങ്കുത്തായ മലകൾ, ഇതെല്ലാം ലേഖകൻ തന്നെ ഡോലിയിലാണ് ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ പറയുന്നുണ്ട്. രഥം എന്ന പദത്തിനർത്ഥം ആളുകൾ ചുമന്നുകൊണ്ട് പോകുന്ന ഡോലിയിലാണ് പ്രായ ആധിക്യം മൂലം വീരേന്ദ്രകുമാർ സഞ്ചരിച്ചത്. അപ്പോൾ എത്ര ക്ലേശങ്ങൾ നിറഞ്ഞ് നാം എത്തിയാലും യമുനോത്രി ക്ഷേത്രവും അവിടുത്തെ ദേവിയും യമുനാദേവിയും ആ സന്ദർശകനെ സ്വീകരിക്കുന്നത് വളരെ പ്രസന്നതയോടെ, ശാന്തിയോടെയാണ്. മനസ്സിന് കുളിർമ നൽകുന്ന ധാരാളം കാഴ്ചകളുള്ള യമുനോത്രി ക്ഷേത്രത്തിലെ ഏകദേശ ധാരണ നിങ്ങളിൽ കരുതി നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഉഷ്ണജല പ്രവാഹങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഉഷ്ണജല പ്രവാഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉഷ്ണജല പ്രവാഹമാണ് സൂര്യകുണ്ഡ്. സൂര്യകുണ്ഡിനെ കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം അല്പം മാറ്റം വരുത്തി ആദ്യമായി നൽകുന്നു. യമുനോത്രിയിലെ സൂര്യകുണ്ഡിന് എങ്ങനെയെല്ലാമാണ് പ്രാധാന്യം കൈവരുന്നത്? വീഡിയോയിൽ നമ്മൾ കണ്ടു, ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന ഉഷ്ണജല പ്രവാഹങ്ങളിൽ ശ്രേഷ്ഠമായതാണ് സൂര്യകുണ്ഡ്. ഗന്ധമാന സാനുക്കളിലെ ഗന്ധകത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ആ ജലം അത്ര ചൂടുള്ളതായി തണുപ്പ് കാലത്ത് പോലും അനുഭവപ്പെടുന്നത്. അവിടെ ഇത്തിരി അരി കിഴികെട്ടി വെച്ചാൽ അല്പസമയത്തിനുള്ളിൽ അത് വെന്ത് ചോറ് ആയി മാറുമത്രേ. ആ അന്നമാണ് യമുനോത്രി ക്ഷേത്രത്തിലെ ദേവിക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, പ്രകൃതി അത്ഭുതങ്ങളുടെ കലവറയാണ്. യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന പാഠഭാഗത്തു നിന്ന് പ്രകൃതിയിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താമോ? ഒന്നുകൂടി ചോദ്യം പറയാം. ഈ പ്രപഞ്ചത്തിൽ എത്രയോ അത്ഭുതങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ കാണാൻ നമ്മൾ അല്പം ഒന്ന് മനസ്സ് ഇരുത്തണമെന്നേ ഉള്ളൂ. കണ്ണുകൾ തുറന്ന് കണ്ണുണ്ടായാൽ പോരാ, കാണണമെന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രകൃതിയിലെ അത്ഭുതങ്ങളായ കാഴ്ചകൾ നമുക്ക് യമുനോത്രി ക്ഷേത്രത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണങ്ങൾ കണ്ടെത്താമോ? പരീക്ഷ അടുത്ത സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടെന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ മനസ്സ് കൊണ്ടുവരിക. അത് തന്നെ ഉത്തമമായ ഒരു ഉദാഹരണമാണ്. പിന്നെ നമുക്ക് കണ്ടു, 1923 ക്ഷേത്രം നാമാവശേഷമായതാണ്. അതിനെ മനുഷ്യൻ്റെ കരവിരുതുകൊണ്ട് പെട്ടെന്നത് പൂർവ്വസ്ഥിതിയിലെത്തുന്നു. 1982 പ്രകൃതിക്ഷോഭങ്ങളിലും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പിന്നെ നമ്മൾ കേരളത്തിലെ ചരിത്രം പഠിക്കുന്നതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൽ കടന്നു വന്ന വിദേശികളൊക്കെ ഉണ്ടായിട്ടും നാമാവശേഷമായി പോയ പല ക്ഷേത്രങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇത് നിലനിൽക്കുന്നുണ്ട്. ഒടുവിലത്തെ ചോദ്യം നോക്കുക. നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഇടയിലുണ്ടായ അനുഭവം ഉൾപ്പെടുത്തി കൂട്ടുകാരനൊരു കത്ത് തയ്യാറാക്കുക. ഈ ചോദ്യം തന്നെ അല്പം മാറ്റം വരുത്തിയും ചോദിക്കാം. നിങ്ങൾ നടത്തിയ ഹൃദയസ്പർശിയായ ഒരു യാത്രയുടെ വിവരണം തയ്യാറാക്കുക. അങ്ങനെയും ചോദിക്കാം. ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യം, നിങ്ങൾ നടത്തിയ ഒരു യാത്രയിലെ ഹൃദയത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത ഒരു 1-2 അനുഭവങ്ങൾ ഉൾപ്പെടുത്തി കൂട്ടുകാരന് കത്ത് തയ്യാറാക്കുക. കുട്ടികളെ, കത്ത് തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർക്കുള്ള കത്തിനൊരു മാതൃകയുണ്ട്.
കത്ത് കിട്ടേണ്ട ആളിൻ്റെ മേൽവിലാസം, പേര്, അതുപോലെ കത്തെഴുതുന്ന ആളിൻ്റെ പേര്, ഒപ്പ്, കത്തെഴുതുന്ന സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ 1ാം വർഷ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചതാണ്, മറന്നിട്ടില്ലെന്ന് കരുതുന്നു. എങ്കിലും കത്തിൽ മിതത്വമുണ്ട്. വളരെ കാര്യങ്ങൾ ഒതുക്കി പറയുക, ആകർഷകമായ രീതിയിൽ എഴുതുക, അതുപോലെ തന്നെ വലിച്ചുവാരി എഴുതാതെ. ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ, സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് പോകുന്ന പിക്നിക് ആവാം, വീട്ടുകാർ ചേർന്ന് നടത്തിയ ഒരു യാത്രയാവാം. ആ യാത്രക്കിടയിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന 1ഓ 2ഓ സംഭവങ്ങൾ വളരെ ചുരുക്കി പ്രതിപാദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ ഉള്ള ആ കത്ത് അങ്ങനെ നമുക്ക് സമാപിക്കാം. ഏവർക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.